കേരള പോലീസിന്റെ K9 സ്ക്വാഡിൽ ഇന്നലെ വ്യത്യസ്തമായൊരു യാത്രയയപ്പ് നടന്നു. 11 കൊല്ലത്തെ സേവനത്തിന് ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ നാർക്കോട്ടിക് സ്നിഫർ ഡോഗ് ബ്രൂസ് സർവീസിൽ നിന്ന് പടിയിറങ്ങി. വിട്ടുപിരിയാൻ മനസ്സിലാത്ത കെയർടേക്കർ രഞ്ജിത്ത് മോഹനൊപ്പം തന്നെയാണ് ബ്രൂസിന്റെ ഇനി ശിഷ്ടകാലം. ഇതാണ് ബ്രൂസ്, കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് സ്നിഫർ. 11 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചിരിക്കുകയാണ്. മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ബ്രൂസ് എന്ന നീലി 2015 ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. അന്നു മുതൽ രഞ്ജിത്തും ജെറി ജോർജുമാണ് സംരക്ഷകർ. മയക്കുമരുന്ന് കണ്ടെത്തുന്നതിന് പ്രാവീണ്യം നേടിയ നായകൾ കേരള പോലീസിൽ മുൻപുണ്ടായിരുന്നില്ല. കഠിന പരിശീലനത്തിലൂടെ ബ്രൂസിനെ മയക്കുമരുന്ന് കണ്ടെത്താൻ കഴിയുന്ന സ്നിഫർ ഡോഗാക്കി മാറ്റി. പിന്നീട് അങ്ങോട്ട് എണ്ണമില്ലാത്തത്രയും നാർക്കോട്ടിക് കേസുകളിൽ ഇടുക്കി പോലീസിന് തെളിവുണ്ടാക്കി. പല സ്ഥലങ്ങളിൽ കഞ്ചാവ്, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുണ്ട്. ബോർഡറുകളിലാണ് നമ്മുടെ കൂടുതൽ. കമ്പമേട്ട് പിടിച്ചൊരു കേസ്, ഇന്നോവയിൽ നിന്ന് നമ്മൾ 3/4 കിലോ കഞ്ചാവ് പിടിച്ചു. അത് പോലീസ് ആദ്യമേ സെർച്ച് ചെയ്ത് ഇനിയൊന്നും ഇല്ല എന്ന് കണക്കൂട്ടിയിട്ട് ഒതുക്കിയിട്ട വണ്ടിയിൽ നിന്നാണ് രണ്ടാമത് നമ്മൾ വന്ന് സെർച്ച് ചെയ്ത് വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന്, ഇന്നോവയുടെ സ്റ്റിയറിംഗ് ബോക്സിൽ നിന്ന് 3/4 കിലോ കഞ്ചാവ് പിടിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ജീപ്പ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ജീപ്പിനകത്ത് അവരുടെ ഓഫർ ബോക്സിനകത്ത് നിന്ന് ഒരു ദിവസം നമ്മൾ അവരുടെ ബോർഡർ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്മെല്ല് ചെയ്ത് ആ ബോക്സ് സ്മെല്ല് ചെയ്യുണ്ടായി. അപ്പോൾ നമ്മൾ സംശയം തോന്നി, അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പാക്കറ്റ് കണക്കിന് കഞ്ചാവ്സ് ഉണ്ട്. വിരമിക്കലിന് ശേഷം ബ്രൂസിനെ പോലീസ് അക്കാദമിയിലെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് രഞ്ജിത്ത് കൂടെ കൂട്ടിയത്. നമുക്കങ്ങനെ വേറെ ഒരാൾക്ക് ഇതിന് നോക്കാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളാക്കുന്നത് പോലീസ് അക്കാദമിയിലെ വിശ്രാന്തി എന്ന് പറഞ്ഞിട്ട് വിശ്രമകേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന കെയറിങ് ഒരിക്കലും അവർക്ക് കൊടുക്കാൻ സാധിക്കും. വിലമതിക്കാനാവാത്ത സേവനം ചെയ്ത ബ്രൂസിനെ ജില്ലാ പോലീസ് മേധാവി രഞ്ജിത്തിന് കൈമാറി. രഞ്ജിത്ത് വളരെ നന്നായിട്ട് തന്നെ അതിൻ്റെ അവസാന നിമിഷം വരെയും ബ്രൂസിനെ നോക്കുമെന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. അതുപോലെ അറ്റാച്ച്ഡാണ് രഞ്ജിത്തുമായിട്ട്. ബ്രൂസ് വളരെ അറ്റാച്ച്ഡാണ്. അതുകൊണ്ടാണ് രഞ്ജിത്തിനെ ഏൽപ്പിച്ചു വിടുന്നത്. ബ്രൂസ് അങ്ങനെ പൈനാവ് K9 സ്ക്വാഡിൽ നിന്ന് രഞ്ജിത്തിനൊപ്പം തൊടുപുഴയിലെ വീട്ടിലേക്ക് മലയിറങ്ങി.